തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ കേരള കലാമണ്ഡലത്തിൽ അനധികൃത നിയമനത്തിന് നീക്കം നടക്കുന്നതായി പരാതി. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS ഷാനവാസാണ് തൃശൂർ കളക്ടർക്ക് ഇതു സംബന്ധിച്ച പരാതി നൽകിയത്. മാർച്ച് 31 നിലവിലുള്ള താൽക്കാലിക ജീവനക്കാരുടെ സേവനം അവസാനിപ്പിച്ചതായി രജിസ്ട്രാർ രേഖാമൂലം അറിയിച്ചിരുന്നു. എന്നാൽ വൈസ് ചാൻസലറുടെ നിർദ്ദേശാനുസരണം ഏപ്രിൽ 4 മുതൽ ക്ലർക്ക്, ഡ്രൈവർ, സെക്യൂരിറ്റി, ക്ലീനിംഗ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരെ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ വീണ്ടും ജോലിയിൽ പ്രവേശിപ്പിക്കാൻ ഉത്തരവിറക്കിയെന്നാണ് ആരോപണം. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P. രാജേഷ് കുമാർ വ്യക്തമാക്കി. എല്ലാ വർഷവും മാർച്ച് 31 ദിവസവേതനക്കാരെ പിരിച്ചുവിടുകയും ഏപ്രിൽ 1 പുതിയ നിയമനം നൽകുകയും ചെയ്യുന്നതാണ് പതിവ് രീതി. നിലവിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ പുതിയ നിയമനങ്ങൾ നടന്നില്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുമെന്നും വിദേശികളടക്കം എത്തുന്ന കലാമണ്ഡലത്തിൽ ശുചിത്വ പരിപാലനത്തിന് ജീവനക്കാർ അത്യാവശ്യമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഈ തിരഞ്ഞെടുപ്പ് ചൂടിൻ്റെ ഇടയ്ക്കാണ് കേരള കലാമണ്ഡലത്തിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകടമെടുത്താൽ കലാമണ്ഡലം രജിസ്ട്രാർ വലിയ ചെറ്റത്രം ചെയ്തിരിക്കുന്നത്. അവിടെയുള്ള നിയമനങ്ങൾ, താൽക്കാലിക നിയമനങ്ങൾ 31 തീയതി അവസാനിച്ച താൽക്കാലിക നിയമനങ്ങൾ പെരുമാറ്റ ചട്ടം നിലനിൽക്കെ തന്നെ 4 തീയതി അത് കോൾ ഫോർ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. അവിടെയുള്ള താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള സെക്യൂരിറ്റി ജീവനക്കാർ, അതുപോലെ തന്നെ താൽക്കാലിക അവിടെ അറ്റൻഡർമാർ, ഇലക്ട്രീഷ്യന്മാർ, ഇവരെയൊക്കെ ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ തിരിച്ച് ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ തിരിച്ചെടുത്തിരിക്കുന്ന സാഹചര്യമാണ്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനവും പിന്മാറൽ നിയമനമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു അർജൻസിയും അവിടെ ഇല്ല. കാരണം അവിടുത്തെ മെസ്സ് പൂട്ടിക്കിടക്കുകയാണ്. ബാക്കിയുള്ള സ്ഥാപനങ്ങളൊക്കെ ഈ LPG സിലിണ്ടർ കിട്ടാത്തതിൻ്റെ പേരിൽ അവിടെ പലവിധ അവിടുത്തെ മേഖലകളും പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. ആ സമയത്താണ് ഇലക്ട്രീഷ്യന്മാരെയും താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള മറ്റു സേവനങ്ങൾ ചെയ്യുന്ന ആളുകളെയും ഒരു ഏകദേശം 10-30ഓളം ആളുകളെ തിരിച്ചെടുത്തിരിക്കുന്നത്. അവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന ആളുകൾക്ക് തന്നെ ശമ്പളം കൊടുത്തിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് രജിസ്ട്രാർ അത് പിൻവാതിലൂടെ കുറച്ചുപേരെ നിയമിച്ചിരിക്കുകയാണ്. ഇതിന് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പെരുമാറ്റച്ചട്ട ലംഘനം തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഭരിക്കുന്ന കലാമണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് CCV. അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര.